അറിയില്ല. അവിടെ മൈൻഡ് വേറെ അതാ. Mà số này lấy này bị giá số à? Ai chạy? Wow. Có പോവാൻ പറയും. നാടകം കാണണം നിങ്ങക്ക്. അമ്മ പോവാ. അപ്പ വേറെ എവിടേക്കാ പോണ്? അമ്മ പോവാ. എന്ത് ഡിസ്പ്ലേ നമ്മളെ മുഖം കാണാൻ വേണ്ടിട്ട് സെൽഫി എടുക്കുമോ? അച്ഛത്തെ പേടിക്കണേ. ശബരിമല പോവല്ലേ വാച്ചു. പങ്കജ് പോയി. പങ്കജുവിന്റെ ആളാ മുത്രാണ്. ആ ഒരു കെൽവിന്റെ ആ ഒരു ഇത് എനിക്ക് കുറച്ച് താല്പര്യമില്ല. കാരണം നമ്മളൊരു പൊന്നോമിനെ പുത്രൻ ഇതാ വരുന്നു. ചേച്ചി പോണ്ടായിരുന്നു. ആ ചേച്ചി നോക്കുക. ഈ പെണ്ണെന്തിട്ടോ ഇത് പിടിച്ചിരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടാവും. ആ ചേച്ചി പെണ്ണിതാ ഇങ്ങനെ നോക്കിയിട്ട് പോയി. എങ്ങടെ തിരിച്ചു വെച്ചേക്കണേ? ക്യാമറ അപ്പുറത്തെ സൈഡില. ഏത് സൈഡിലെ ക്യാമറ ഇരിക്കണേ നോക്കണ്ടേ? നല്ല ആള്. ഒരു റീൽ എടുക്കാനുള്ള പരിപാടിയിലാണ്. അതേ ക്യാമറ സാധനങ്ങളൊക്കെ ഇവിടെ ട്രൈപ്പോഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ റിയൽ ലൈഫാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ്. അപ്പോൾ ഞാനിങ്ങനെ ചിമ്മുവിനോട് പറയും, അതെ കണ്ട ഇത് റിയലാണ് കേട്ടോ, ഇത് റിയലല്ല. ഈ ഇരിക്കുന്ന മുതല് കറുത്തൂത്താ തായോ ഇത് റിയലാണ്, ഇത് റിയലല്ല. ഇതിന് റിയൽ അറിയില്ല. ഇത് സമയമാവണുള്ളൂ റിയലാവാൻ. പക്ഷെ ഇത് റിയലാ. ഞാനും റിയലല്ല. പോരെ. നമ്മളിനി അത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റീൽ എടുത്തിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇത്ര നേരം നമ്മൾ എടുക്കാനുള്ളൊരു വൈബിലല്ലായിരുന്നേ. പെട്ടെന്ന് വൈബ് കയറി. അപ്പോൾ അത് നമ്മളൊരു റീൽ എടുക്കുകയാണ്. അപ്പോൾ ആ റീൽ എടുത്തിട്ട് അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വരാം. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. ബയോ സെറ്റായി നോക്കാം. നോക്കിയിട്ട് വരാം. ഈ വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. കുറേ പണികളുണ്ട്. നാടകം കാണണം നിങ്ങൾക്ക്. അമ്മ പോവാ. അപ്പ വേറെ എവിടേക്കാ പോണ്? അമ്മ പോവാ. എന്തിനാ കരയണേ? ഹായ് ഗായ്സ് പറഞ്ഞേ. ഉമ്മ കൊടുക്ക്. മൈക്ക് വേണോ? അവളെ കൊണ്ടുപോണില്ല പറഞ്ഞിട്ട് കരയാ. അപ്പൊ പോയിട്ട് വരാട്ടാ. ചിമ്മുനെ കൊണ്ടാക്കിയിട്ട് വരാപ്പ. കാർത്ത അച്ചമ്മയോട് ഇരിക്കട്ടാ. എന്താ അപ്പൊ പോയിട്ട് വരാട്ടാ. വായോ. ഏയ് ഞാക്കി തരാടി. ഞാക്കി പോകേണ്ട ആവശ്യമുണ്ട് കുന്നോളത്തേക്ക്. വായോ കറുത്തു സ്നഗീഡ് പോവാ. അമ്പടിച്ചു അച്ചമ്മ. അപ്പനമ്പടിച്ചു. അപ്പനമ്പടിച്ചാ. കറുത്തു ഉമ്മ കൊടുക്ക്. എന്ത് വായോ പോവാ. ഉപ്പുചാക്ക് കയറ്. വായോ ഉപ്പുചാക്ക് കയറ്. പോവാ. കേറ്. അപ്പടെ പുറത്ത് കയറ്. അയ്യ അവൾക്ക് അറിയില്ല. അവിടെ മൈൻഡ് വേറെ അതാ. ഉണ്ണീനെ പറ്റിച്ചേന്ന്. ഉണ്ണി നമുക്ക് സ്നഗിടാ.
ഞങ്ങൾ സ്നഗ്ഗിട്ടിട്ട് വരാ പറ വരാട്ടോ പറ ആരാൻ പഠിച്ചേ സ്നേഹം കൊണ്ടല്ലേ അത് അച്ഛമ്മക്ക് ഇഷ്ടം കൊണ്ടല്ലേ ബൈ Bye. ഞങ്ങളുടെ കൂടെ കാർത്തുണ്ട്. ഞങ്ങള് ലാപ്ടോപ്പ് സോഫ്റ്റ്വെയർ ഫോർമാറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഇതാണ് ചാട്ടുകൊള്ളട്ടോ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ട് വരാം. ഓക്കേ. നമ്മളിവിടെയാണ് കൊടുക്കാൻ വന്നിരിക്കുന്ന പ്ലേസ്. ഭാഗത്ത് അപ്പ കഴിഞ്ഞു. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. കൊടുത്തിട്ട് വരാം. ഓക്കേ. വിട്ടു എനിക്ക്. ചേച്ചി പോണ്ടായിരുന്നു. ആ ചേച്ചി നോക്കുക. ഈ പെണ്ണെന്തിട്ട് ഇത് പിടിച്ചിരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടാവും. അപ്പ എത്തിപ്പോ. എന്തായി അപ്പാ? എന്താ പറഞ്ഞേ ചേട്ടൻ? ചേട്ടനില്ല, ചേച്ചിമാർ മാത്രമേ ഉള്ളൂ അവിടെ. ചേച്ചിമാരെന്ത് പറഞ്ഞു? അപ്പൊ അവര് സോഫ്റ്റ്വെയർ ചെയ്യാന്ന് വെച്ചിട്ട് വന്നതാ. എന്ത് പറഞ്ഞു? ഇതേ മുകളിൽ കൂടി പൂട്ടാ അവിടെ തെറിച്ചിട്ട്. എന്ത് പറഞ്ഞു എന്നാ? പോയിട്ട് വിളിക്കാട്ടോന്ന് പറഞ്ഞു. ശരി എന്നാ ഗൈസ്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ഫുഡ് അടിക്കാനായിട്ട് കയറി. ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ ചുമ്പ്? ഭക്ഷണം കഴിച്ചു ഞങ്ങൾ. ഷവർമ്മ, ഒരു ഷവർമ്മ നമ്മൾ റോള് പാർസലാക്കിയിട്ടുണ്ട് മമ്മിജിക്ക് വേണ്ടിയിട്ട്. ഇതാ അങ്ങനെ ഞങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ വീട്ടിലെത്താറായി. കുട്ടപ്പായ. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ഡിജെയുടെ മൈക്കിന്റെ സൗണ്ടിൽ നിന്നാണ് കേട്ടോ. ഇത്ര നേരം നേരത്തെ പോകുമ്പോ കേട്ടിരുന്നത് ഡിജെയുടെ മൈക്കല്ലേ, എന്നിട്ട് അതിനെ പറയാ ഹോളി ലാൻഡിന്റെ മൈക്കിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത്. ഓക്കേ, പറയ് എന്തിനാ കരയണ കാർത്തു? അവൾക്ക് തന്നെ അറിയില്ല അവൾ എന്തിനാ കരയണ. അപ്പൊ കൊണ്ടുപോയില്ലേ? നടക്ക്. കൊണ്ടുപോയില്ലേ? അങ്ങനെ പിടിച്ചോ കാർത്തു. ഇതാ പിടിച്ചോ. അതിലേക്ക് നോക്ക് അടക്കി. ഹായ് ഗായ്സ്. വ്ളോഗ് വീഡിയോ ചെയ്യാണ് കാർത്തു. ഹായ് ഗായ്സ്. നിലത്തിടല്ലേട്ടാ. മതിയാ പുതിയ മതിയാ. ബൈ. അപ്പൊ പോയിട്ട് വരാം. ശരത്തേട്ടനെ ശബരിമലയിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് പോയിട്ട് വരാം. പോട്ടെ. ശരത്തേട്ടനോട് നല്ലോണം ഷാമിനെ വിളിച്ചോളാം. ഷാമിനെ തൊഴാൻ പറയും. പറഞ്ഞേ ശരത്തേട്ടാ. ഷാമിനെ തൊഴുതോളോ പറയും. കൊടുത്തേ. ശരത്തേട്ടന്റെ കാർത്തുവാ, പുത്തുരുവിന്റെ കാർത്തുവാ, അപ്പയുടെ കാർത്തുവാ, ആരുടെ കാർത്തുവാ? Aku cuma kalau basua. Aku cuma kau cu. Aku coba.
Awak cuma kawak kuas pakai cakap pakai cuacnya. Acema hasu khususnya. Ani ku makan cuma cuma. Sasu. Hahu. Asu. Awak cuma kaju. Asu. Wah cuma lain biasa wah. Aki. Wah. Aku kuat awak guys. Apa kayak bye? Apa boy dua rata? Wah, saya wah. Cerita apa boy dua rata? Bye. Hello. Hi bro, അതെ അമ്മ അതിങ്ങനെ മറ്റേ ലോക്ക എന്താക്കിയ സാധനമാണാവില്ല അമ്മ ഏത് ലോക്ക് മാറ്റിയിട്ടും കാര്യമില്ല ഫിംഗറും ഫേസ് ലോക്കും വെച്ചു പാസ്വേഡ് ഒക്കെ മാറ്റി പാസ്വേഡ് അമ്മ ടൈപ്പ് ചെയ്യണം പാച്ചു വന്നില്ല ഫിംഗർ വെച്ചല്ലേ ഫേസ് ലോക്ക് വെച്ചാൽ തുറക്കും അമ്മ ബ്ലോഗിൽ വരും ഫുള്ള് വീഡിയോ പാച്ചുവിന്റെ കഥ മൊത്തം വീഡിയോയില് വന്നിട്ടാ പാച്ചുവിന്റെ പെട്ടു റെക്കോർഡ് ചെയ്തിട്ട് പാച്ചുവിന്റെ കഥ വന്ന് ശരിയല്ലേ പാച്ചു പ്രോമാക്സ് ആണ് ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ കിഴക്കേ നടക്കിലാണുള്ളത്. അപ്പോൾ കിഴക്കേ നടയൊന്നും നമുക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തതല്ലേ. നിങ്ങളൊക്കെ ഗുരുവായൂർ ഇപ്പോഴത്തെ എങ്ങനെയാ തിരക്കും കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അതിൻ്റെ ഒപ്പം അത്യാവശ്യം നൈറ്റ് കുറച്ച് ലൈറ്റും പരിപാടിയൊക്കെ ഉള്ളിടത്ത് ഈ ക്യാമറ നല്ല കിടിലനായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ലൊരു ക്യാമറയാണ്. നിങ്ങൾ കാശ് ചിലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വേറെ വിഷമമൊന്നും ഉണ്ടാവില്ല. അയ്യോ ഇതിന് ഞാൻ ഈ ഒരു ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ ഇത്ര രൂപ ചിലവാക്കിയല്ലോ ഒന്നും തോന്നണ്ട. സാധനം കൊള്ളാം. എനിക്കിതിന് വലിയ നെഗറ്റീവുകളൊന്നും ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ല അടിപൊളി ക്യാമറയാണ്, നല്ല സെൻസറാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ എനിക്കിതിൻ്റെ ഓട്ടോ വൈറ്റ് ബാലൻസിൽ നമ്മൾ ഇട്ടിട്ട് എടുക്കുമ്പോൾ ആ ഒരു കെൽവിൻ്റെ ആ ഒരു ഇത് എനിക്ക് കുറച്ച് താല്പര്യമില്ല. കാരണം നമ്മളൊരു ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ട് ശീലമായിട്ടുള്ളതിൻ്റെ പുറത്ത് ഞാൻ ചെയ്ത് നോക്കി. പക്ഷേ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ചെയ്യുന്ന വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനിട്ട കെൽവിനേക്കാൾ നല്ലത് ഈ ക്യാമറ തരുന്ന കെൽവിനാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതാണ് കിഴക്കേ നടയിലെ പുതിയ നടപ്പന്തൽ. ശരത്തേട്ടനും ബാച്ചുവിനെയും ശബരിമലയിലേക്ക് പോവാനായിട്ട് കെട്ട് നിറച്ച് കൊണ്ടാക്കി. ഇനിയിപ്പോൾ ഞാൻ നേരെ വിടുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ടാറ്റാ, സീ യു.